രാധേ രാധേ, ഗുഡ് മോർണിംഗ്. ഓണം ഏതാണ്ട് തീർന്നു ഇല്ലേ? നിങ്ങൾ അടിച്ചു പൊളിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ബുധനാഴ്ച ഭജഗോവിന്ദവും വ്യാഴാഴ്ച ജയദേവ കവിയുടെയും ഒന്നും ഇടാതിരുന്നത്. നോക്കുക, ഓണം ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. ഓണത്തിന്റെ അന്ന് നിങ്ങൾ അനുഭവിച്ച ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം അതേ അളവിൽ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസം കഴിയും തോറും ആ സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ നെടുവീർപ്പിടും, ഓഹ് എന്ത് രസമായിരുന്നു ആ ഓണത്തിൻ്റെ അന്ന് എന്ന് പറഞ്ഞാൽ അത്രയും രസം ഇപ്പൊ ഇല്ല. ഇതുപോലെയാണ് നിങ്ങൾ മുമ്പ് അനുഭവിച്ച ഒരു വലിയ ദുഃഖത്തിന്റെ കാര്യവും. നിങ്ങൾ പറയും, അയ്യോ എന്തൊരു സങ്കടമായിരുന്നു അന്നെനിക്ക്, അല്ലെങ്കിൽ എന്തൊരു വേദനയായിരുന്നു അന്നെനിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വേദന ഇപ്പൊ ഇല്ല. അതാ പറയുന്നത്, സുഖവും ദുഃഖവുമൊക്കെ നമുക്ക് ആ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ട് സുഖവും വരുന്നില്ല, സുഖമായിട്ട് ദുഃഖവും വരുന്നില്ല. പക്ഷേ കൃഷ്ണൻ പറയുന്നു, നോക്കൂ, സ്ഥിരമായി നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്ന് നിങ്ങളിലുണ്ട്. ബുദ്ധനും പറയുന്നു, നിങ്ങൾക്ക് ജനിച്ചു മരിക്കുന്നത് വരെ അങ്ങ് ആഹ്ലാദം മാത്രം കിട്ടുന്ന ഒന്നുണ്ട്. എന്താണത്? ഇവർ രണ്ടുപേരും പറയുന്നു, ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് എന്തിനോടൊക്കെ സ്നേഹമുണ്ടോ, എന്തിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടോ, അതിനെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുക. അങ്ങനെ മാറ്റി മാറ്റി നിർത്തി വരുമ്പോൾ, മനസ്സിൽ നിന്നെല്ലാം മാറ്റി വരുമ്പോൾ ഒരു വലിയ ശൂന്യത നൽകും. ആ ശൂന്യത നൽകുന്ന ആനന്ദം വളരെ വലുതാണ്. അതാണ് വൃന്ദാവനം വിട്ടപ്പോൾ കൃഷ്ണൻ വൃന്ദാവനത്തിൽ തനിക്ക് എന്തിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ട് അതിനെ എല്ലാം മാറ്റി. മധുര വിട്ടപ്പോൾ മധുരയിൽ തനിക്ക് എന്തിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ട് അതിനെ എല്ലാം മാറ്റി. ബുദ്ധനും അതേ കണക്ക് തന്നെ. കൊട്ടാരം വിട്ടതോടുകൂടി സകല അറ്റാച്ച്മെന്റും മാറ്റിക്കളഞ്ഞു. അപ്പൊ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിക്കുമ്പോൾ കിട്ടുന്ന ആ ശൂന്യതയിൽ നിന്നാണ് നിത്യമായ ആനന്ദവും ബ്രഹ്മജ്ഞാനവും ഉണ്ടാകുന്നത്. സാധാരണക്കാരായ നിങ്ങൾ എന്തായാലും ഒട്ടിപ്പോയി. അതുകൊണ്ട് ഇനി ഒറ്റയടിക്ക് ഇത് സാധ്യമല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അറ്റാച്ച്മെന്റ് ഈ ജന്മത്തിൽ ഒരു 10% കുറച്ചു കൊണ്ടുപോവാ. അപ്പൊ അടുത്ത ജന്മം അതിന്റെ കണ്ടിന്യൂസ് ആണ്. വീണ്ടും ഒരു 10% കുറയ്ക്കാൻ പറ്റും, 20. അങ്ങനെ പല പല ജന്മങ്ങൾ കഴിഞ്ഞ് ഒരു 10 ജന്മമെങ്കിലും കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. മോക്ഷം അങ്ങനെ മാത്രമേ കിട്ടൂ. മോക്ഷം എന്ന് പറഞ്ഞാൽ പരമമായ സന്തോഷം. അതൊരിക്കലും അമ്പലത്തിൽ പോയതുകൊണ്ടോ മന്ത്രം ചെയ്തതുകൊണ്ടോ കിട്ടുന്ന ഒന്നല്ല. ഇങ്ങനെ കിട്ടൂ എന്ന് പറഞ്ഞത് ഭഗവാനാണ്. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.